അതുകൊണ്ട് നിന്റെ ലോകത്തിലെ പിതാവ് നിന്നെ തള്ളി പറയുമ്പോ മാറോട് ചേർക്കുന്ന ഒരു പിതാവ്, അവൻ യഹോവ തന്നെ. ആ ദൈവത്തെ ആശ്രയം വച്ചിരിക്കുന്ന ദൈവജനത്തിന്റെ അതരങ്ങൾ ശാലിക്കട്ടെ ഇന്ന് പൽക്കാല ശാന്തിയോടെ. ഓ റഗനഘടകം നിനക്ക് നന്മ ലഭിക്കത്തില്ലെന്ന് നിന്റെ ദേശം നിന്നെ നോക്കി പറഞ്ഞു, ശത്രുവാകുന്നവൻ നിന്നെ നോക്കി പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, അതേ സഹോദര സഹോദരി, നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി ഒരു വാഗ്ദത്തം തുറക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി ചില നന്മ തുറക്കുന്നുണ്ട്. എല്ലാവരും കരമടിച്ച് ആരാധിച്ചാട്ട്, ആരും മൗനമായി ഇരിക്കരുത്. ആരാധനക്കകത്തൊരു ചലനം ഉണ്ടായ ദൈവം നിന്റെ കുടുംബത്തെ വിടുവിക്കുക, നിന്റെ ജീവിതത്തെ പണിയാൻ പോകുന്നു, നിന്റെ തലമുറകളെ പണിയാൻ പോകുന്നു. പ്രശ്നം കണ്ട് മാറി നിൽക്കരുത്, പ്രതികൂലം കണ്ട് മാറി നിൽക്കരുത്. ആരാധനയുള്ള ദേശത്തോട്ട് പോകണം. ആ നഗോമി പയ്യതുപോലെ ആരാധന ഇല്ലാത്ത ദേശത്ത് പോകരുത്, ആരാധനയുള്ള ദേശത്ത് നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയുള്ള ദേശത്ത് ആ സഹോദരിയോട് ദൈവാത്മാ പറയുന്നു, ഹല്ലേലൂയ. ഓ യെസ് 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 യെസ്, ഹല്ലേലൂയ. വ്യക്തികളോട് ആത്മാവ് സംസാരിക്കാൻ പോകുന്നു. ഓ ഹല്ലേലൂയ, ആമേൻ ആമേൻ. ഞാൻ വചനത്തിന്റെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ദൈവസഭയുടെ മേൽ, വാഗ്ദത്തങ്ങളുടെ മേൽ, ഓ കുഞ്ഞു മക്കളുടെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ ഇന്ന് വാഗ്ദാനം അത് റിലീസ് ആകുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ശുശ്രൂഷയിലോട്ട് വന്നിട്ടില്ല. ശുശ്രൂഷയിൽ വരുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടാലറിയാം. ഞാൻ അടുത്ത ശുശ്രൂഷയിൽ വരാൻ പോവാ. ഞാനിപ്പോൾ കൊഞ്ചം പരുവത്തിൽ നിൽക്കുകയാണ്. അടുത്ത് ഞാൻ വചനത്തിൻ്റെ വെളിപ്പാടോട് കയറി വരാൻ പോവാ. ഇതിനകത്ത് ആരെയൊക്കെ കെട്ടുകൾ പോട്ടും കേട്ടോ. ഇതിലേക്ക് വന്നുകൊണ്ട് 45-ാമത്തെ സങ്കീർത്തനം. എൻ്റെ ഹൃദയം സുഖവനത്താൽ കവിയുന്നു, എൻ്റെ ഹൃദയം രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖനന്റെ എഴുത്തുപോലെയാകുന്നു. നല്ല ലേഖനം എഴുതുന്നവൻ അറിയാമോ, അവൻ എഴുതുന്നത് സമർത്ഥിയെക്കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത്. അങ്ങനെയുള്ളവരുടെ നാവായി നമ്മുടെ നാവ് മാറും. പ്രൈസ് ദി ലോർഡ്. ഈ നാവാണ് പ്രശ്നം ഉണ്ടാക്കുകയും നന്മ വിളിച്ചു വരുത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് ഈ പ്രശ്നം വരുത്തുവാൻ നാവിനുണ്ടാകുന്ന ഗുണങ്ങൾ? 1 അസൂയ, 2 നമ്മളോടുണ്ടാകുന്ന പക, 3 നിന്റെ നന്മയും ഉയർച്ചയും ആഗ്രഹിക്കാത്ത സ്വഭാവം. ഹല്ലേലൂയ, സ്തോത്രം. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ആമേൻ ആമേൻ. രക്തത്താൽ ജയമെടുക്കുന്നു, വചനത്താൽ ജയമെടുക്കുന്നു. ഈ 3 കാര്യങ്ങളിൽ നിന്നുകൊണ്ട് മോചിക്കപ്പെട്ടാൽ ദൈവകൃപയുള്ളിടത്ത് മോശ ജനത്തോട് പറഞ്ഞു, ഉറച്ചു നിൽപ്പീൻ, യഹോവ ചെയ്യുവാൻ രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവീൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്താണ് രക്ഷയെന്ന് ചോദിച്ചാൽ നമ്മുടെ കരത്തിൽ കെട്ടുന്ന രക്ഷയല്ല, അരയ്ക്ക് കെട്ടുന്ന രക്ഷയല്ല, രക്ഷകനാകുന്ന യേശുവിൻ്റെ രക്ഷ. ഈ രക്ഷ നിന്റെ ഹൃദയത്തിനകത്ത് പുണർവ് അല്ലെങ്കിൽ ഉണർവായി വെളിപ്പെട്ടാൽ, വാരി പുണർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനും നിങ്ങളും മറ്റൊന്നിൻ്റെ പിന്നാലെ പോകത്തില്ല. ആരെല്ലാം വഴിതിരിക്കാൻ നോക്കിയാലും പറയും. അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, യോസേപ്പിന് ദർശനം കിട്ടിയപ്പോ സഹോദരന്മാർക്ക് അവനോട് പകയുണ്ടായി. ഹല്ലേലൂയ, സ്തോത്രം. അതേ സഹോദര സഹോദരി, അതേ വൃത്തുത, നിന്നോട് ആത്മാവിൽ നിന്ന് ഞാൻ ദൂത് കൈമാറുകയാണ്. നിനക്കൊരു വെളിപ്പാട് കിട്ടുമെന്ന് കണ്ട, ഓ ഹല്ലേലൂയ, അപ്പുറത്ത് കിടക്കുന്ന വീട്ടുകാരൻ വരത്തില്ല. നിന്റെ സഹോദരൻ നിനക്കെതിരെ വരാ, നിന്റെ ജഡരക്തങ്ങൾ നിനക്കെതിരെ വരാ, നിന്റെ മാതാപിതാക്കൾ ജന്മം കൊണ്ടവർ നിനക്കെതിരെ വരാ. അവിടെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, മിണ്ടാതിരുന്ന് ദൈവമെന്നറിഞ്ഞുകൊണ്ടാൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരാ. ഓ യുദ്ധവീരനായി ഇറങ്ങി വരാ. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെക്കുക. ഇന്ന് കാലം എല്ലാവരും ഉണർന്ന് പ്രാർത്ഥിച്ചാട്ട് ഒരു ഉണർവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ തൈലം ഇതിനകത്ത് ഒഴുകട്ടെ. ആത്മാവിന്റെ തൈലം ഒഴുകട്ടെ. ഇതിനകത്ത് ചില അവിശ്വസ്തന്മാർ എഴുന്നേൽക്കാൻ പോകുന്നു, ചില അവിശ്വസ്തിമാർ എഴുന്നേൽക്കാൻ പോകുന്നു, ചില പ്രവാചകന്മാർ എഴുന്നേൽക്കാൻ പോകുന്നു, കൃപാവരമുള്ളവർ എഴുന്നേൽക്കാൻ പോകുന്നു. ഇത് കൃപാവരമുള്ള ഇടമാണ്, ഇത് കൃപാവരമുള്ള ഇടമാണ്. ഇത് കള്ളന്മാരുടെ സ്ഥലമല്ല, ഇത് വിശുദ്ധ ആലയമാണ്, ഇത് വിശുദ്ധ ആരാധനയാണ്, ഇത് വിശുദ്ധ
ദൂതന്മാരുടെ ആരാധനയാണ്. ഇവിടെ ദൈവമുണ്ടെന്നുള്ളത് തിരിച്ചറിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ഒരുവനൂടെ വന്നിട്ടുണ്ട്. അവൻ ഈയോ രക്ഷകനായ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. താഴോട്ട് വായിക്കാം. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ഞാൻ നിന്റെ നാവിന്മേൽ അധരങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു. ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മൾ അനുഗ്രഹത്തിന്റെ അവകാശികളാ, അനുഗ്രഹത്തിന്റെ അവകാശികളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ കുടുംബസ്ഥരായ ധാരാളം സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. ഒരു 100 രൂപ പള്ളിയിൽ കൊടുക്കണമെങ്കിൽ ഭാര്യയുടെ പെർമിഷൻ കൂടാതെ കൊടുക്കാൻ പറ്റാത്ത വ്യക്തികൾ ഇവിടെ ഇരുന്ന് ആരാധിച്ചിട്ടുണ്ട്. സ്തോത്രം. മനസ്സിലായോ? ഹല്ലേലൂയ, ആമേൻ. ഞാൻ ദൈവകൃപയിലേക്ക് ഇറങ്ങിയോളെ, തലമുടി എത്രത്തോളം കീറാൻ പറ്റും അത്രത്തോളം കീറി പ്രവചിച്ചേ വരണം. സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ. അല്ലാതെ നിങ്ങൾ കാണുന്ന ആളല്ല ഇവിടെ നിൽക്കുന്നത്. അതിനപ്പുറമൊക്കെ കടന്ന് കോട്ടകളൊക്കെ ഇടിച്ചു കയറി പോകും. പ്രൈസ് ദി ലോർഡ്, ആമേൻ. സ്തോത്രം. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം, ആമേൻ. ദൈവത്താ ഹല്ലേലൂയ. അപ്പോൾ നാവിന്റെ ശക്തി എങ്ങനെ വരുന്നു? അത് യഹോവയാൽ വരുന്നു. നാവിന്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. ഇനി മനുഷ്യനാളൊരു ഉത്തരവുണ്ട്. ആ ഉത്തരമാണ് അസൂയയും വിത്തുപക്ഷവും പ്രശ്നവും പ്രതികൂലവും സൃഷ്ടിക്കുന്ന വാക്കുകൾ. അത് വരാതിരിക്കുവാൻ നാവിൽ നിന്ന് നല്ലത് വരുവാൻ കർത്താവിനെ സ്വീകരിക്കുക, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആത്മഹത്യ ചെയ്യണമെന്ന് ആരെയൊക്കെ പ്രേരിപ്പിക്കുന്ന ചില ബന്ധനം ഇന്ന് അഴിയാൻ പോവുകയാണ്. ആത്മഹത്യ ചെയ്യണം. ആത്മഹത്യ ചെയ്യുന്ന പരിഹാരം ആകത്തില്ല. ആവോ സ്തോത്രം. ഒരു ഹിന്ദു ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഇവിടെ ഇരിക്കുന്ന ഏകദേശവും ഹല്ലേലൂയ ഹിന്ദുക്കളിൽ നിന്നൊക്കെ വന്നവരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ വിടുവിക്കട്ടെ എന്ന് ഞാൻ ആഴമായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം, ആമേൻ. വായിക്കാം, താഴോട്ട് വായിക്കാം. ധീരനായുള്ളവയെ നിന്റെ നാം വരയ്ക്ക് കെട്ടുക, നിന്റെ ദേശത്ത് നിന്റെ മഹിമയും തന്നെ സത്യവും സൗന്ദര്യവും നീതിയും പാലിക്കേണ്ടതിന് നീ ഹല്ലേലൂയ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. എങ്ങനെ ഇരിക്കണം? മഹിമയുള്ള നല്ല ഹൃദയശുദ്ധിയുള്ള ഒരു വ്യക്തിയായി നമ്മളാകണം. അത് ആകാൻ നമുക്ക് തയ്യാറില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കർത്താവിലേക്ക് നമുക്ക് എത്തുവാനോ അവൻ്റെ നന്മകളുടെ അവകാശിയാകുവാനോ നമുക്ക് സാധ്യമല്ല. ഇന്ന് പകലിൽ ദൈവവചനത്തിൻ്റെ ശക്തി ചില കുടുംബങ്ങളുടെ അകത്ത് കർത്താവ് പകരട്ടെ, ചില വ്യക്തികളിൽ കർത്താവ് പകരട്ടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ശക്തി ദൈവം നിങ്ങളിൽ പകരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം പറയും പോലെ ഹല്ലേലൂയ ചെത്തി ഒന്ന് വെടിപ്പാക്കിയാൽ ഹല്ലേലൂയ കറ പോയതിന് ശേഷം നല്ലത് നമ്മളിൽ നിന്ന് പണിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നല്ലത് പണി നടക്കുവാൻ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്ന ദൈവ മക്കൾ ഉണ്ടെങ്കിൽ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ച് തുടങ്ങിക്കോ, ദൈവത്തെ സ്തുതിച്ച് തുടങ്ങിക്കോ. കഴിഞ്ഞ ദിവസങ്ങൾ വരെ നീ പോയത് പകയുടെയും എതിരിൻ്റെയും വിത്തുപക്ഷത്തിൻ്റെ സ്ഥലത്താണെങ്കിൽ ഇന്ന് പകൽക്കാലം നീ വന്നത് ഹല്ലേലൂയ ആമേൻ നിനക്ക് വേണ്ടി പകർന്നു തരുവാൻ അഭിഷേകത്തോടെ ഇറങ്ങി വന്ന ഒരുവനുണ്ട്. അവൻ യഹോവയാകുന്ന ദൈവം, അവൻ സാക്ഷാൽ കർത്താവ് തന്നെ. ആ നല്ല കർത്താവിലേക്ക് ഇന്ന് പകൽക്കാലം ഇറങ്ങി വരിക, ഇറങ്ങി വരിക, ഇറങ്ങി വരിക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ആ രക്ഷ പ്രാപിക്കാൻ യേശു നിന്നെ സ്നേഹിക്കുന്ന പകലാണ്. യേശു നിന്നെ സ്നേഹിക്കുന്ന പകലാണ്. യേശു നിന്നെ സ്നേഹിക്കുന്ന പകലാണ്. നല്ല സ്നേഹത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ വായികളും തുറന്ന് അല്പസമയം ശക്തിയോടെ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ച് തുടങ്ങിക്കോ. ഹല്ലേലൂയ ആമേൻ. നിങ്ങളുടെ മക്കൾ ദൂരദേശത്ത് പഠിക്കുന്നുണ്ടാകും, അവരെ ദൈവം അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാവരെയും ഓർത്ത് ഞാൻ ആത്മാവിൽ ബ്ലസ് ചെയ്യുക, എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഓ, നിങ്ങളുടെ ആരാധിക്കുമ്പോൾ തന്നെ എവിടെയാണ് നിങ്ങളെ കുടുംബത്തിൽ അംഗങ്ങളായിരിക്കുന്നു അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ, അവിടെ ദൈവദൂതന്മാർ ഏറ്റെടുക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ കരത്തിലായിരിക്കട്ടെ, ദൈവകൃപയിൽ ആയിരിക്കട്ടെ, ആത്മാവിന്റെ ചൈതന്യത്തോടെ. Oh, hallelujah, 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 hallelujah. Oh, rabana gadaga bara 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 ribal kabana gadaga siya. Hallelujah. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം ജയിക്കത്തില്ല.
ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം ജയിക്കത്തില്ല. യേശുവിൻ്റെ വാക്ക് ആമേൻ സഭയ്ക്കകത്ത് വീഴുകയാണ്, സഭയ്ക്കകത്ത് വീഴുകയാണ്. ദൈവജനമേ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നിന്റെ കുടുംബത്തിനകത്ത് വരേണ്ട ചില നന്മകൾ ശത്രു കൊള്ളയിട്ട് പിടിച്ചവകാശം വച്ചിരിക്കുന്ന ചിലതിൻ്റെ മേൽ ഇന്ന് നീ കാൽവയ്ക്കാൻ പോകുകയാണ്. നിനക്കെതിരെ ആർത്തിരമ്പിട്ടടിക്കുന്ന യോർദാനെ നോക്കിയിട്ട് അടങ്ങുവാൻ കൽപ്പിക്കാൻ നിന്റെ നാവിനെ ശക്തിപ്പെടുത്താൻ പോകുന്നു. നിന്റെ നാവ് അധികാരമുള്ള നാവായി പരിശുദ്ധാത്മാവുള്ള. ആമേൻ. 2 വീഴക്കം വീണെന്ന് പറഞ്ഞ് കൃപ കിട്ടുമെന്ന് വിചാരിച്ചാരും പോകരുത്. സ്തോത്രം. പത്രോസിനോട് ഒരു കർത്താവ് ചോദിച്ചു, എടാ നീ ഒരു രാത്രി സമയം വെറുതെ കളഞ്ഞല്ലോ, വല്ല കുഞ്ഞു മീനെങ്കിലും കിട്ടിയോടാ? ഇനി നോക്ക് കർത്താവേ, വല മൊത്തം കഴുകി ഞാൻ വടക്കി വീട്ടിൽ പോകാൻ പോവുക, പടകിനെ ഞാൻ അങ്ങ് മാറ്റിവെച്ചു, വലയുമായിട്ട് എൻ്റെ യാത്ര വീട്ടിലേക്കാണ്. നീ അങ്ങനെ പോകണ്ട. ഹല്ലേലൂയ. അങ്ങനെ പോകണ്ട. ഞാൻ നിൻ്റെ പടകിനകത്ത് കയറാൻ പോകുന്നു. ഞാൻ നിൻ്റെ പടകിനകത്ത് കയറി ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ നിനക്കിന്ന് പെരുത്ത കൂട്ടം കിട്ടും. ഹല്ലേലൂയ. പെരുത്ത കൂട്ടം കിട്ടും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം നല്ലവനാ കേട്ടോ, എൻ്റെ ദൈവം നല്ലവനാ. ഹല്ലേലൂയ. നമ്മളെല്ലാവരെയും ഞാൻ ഓപ്പൺ മൈൻഡിൽ സ്നേഹിക്കുന്ന ആളാണ്. കാണിക്ക് തന്നാലും ശരി, തന്നില്ലെങ്കിലും ശരി, എന്ത് ചെയ്താലും ശരി, എല്ലാവരും ഞാൻ ഒരേപോലെ സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിക്കുന്ന ഹല്ലേലൂയ ദൈവസഭയ്ക്ക് വിരോധമായി ഇരുന്നാൽ ഹല്ലേലൂയ ദോഷങ്ങൾ പലതും വരും. അതുകൊണ്ട് ഹല്ലേലൂയ ആമേൻ. ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ അന്ധമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവർക്കും എഴുന്നേൽക്കാം.